നമസ്കാരം. അല്പം രാഷ്ട്രീയ വാർത്തകൾ. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡാം 2014 സുപ്രീം കോടതിയുടെ പുതിയ ടണൽ നിർദ്ദേശം നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണ അവകാശ സമിതി പ്രസിഡന്റ് കെ സുബൈറിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു. മുൻ MLA മാത്യു സ്റ്റീഫൻ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് വിജയൻ കൊടുങ്ങൂർ തുടങ്ങിയവർ ഈ ശ്രീധരനെയും സന്ദർശിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 വർഷമായി 2023 നവംബർ മാസം 1-ാം തീയതി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ജീവൻ രക്ഷാ പ്രചരണ ക്യാമ്പയിൻ ആരംഭിച്ചതാണ്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ രാഷ്ട്രീയത്തിന് അതീതമായി ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് 2 വർഷക്കാലം ക്യാമ്പയിൻ നടത്തി കേരള രാജ്ഭവനിലേക്ക്, തിരുവനന്തപുരത്തേക്ക് കർണാടകയുടെ ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചുക്കി നഞ്ചുണ്ടസ്വാമി ഉദ്ഘാടനം ചെയ്ത ബഹുജന മാർച്ച് ഈ 18-ാം തീയതി ആയിരുന്നു, ഫെബ്രുവരി 18, 2020 തിരുവനന്തപുരത്ത് നടന്നത്. അടിയന്തരമായി കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിലും അടിയന്തരമായി കേരള ഗവൺമെന്റ് നടപടി സ്വീകരിക്കുക, തമിഴ്നാടിന് യഥേഷ്ടം പോലെ വെള്ളം കൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ വാഹന പ്രചരണ ജീവൻ രക്ഷാ പ്രചരണ ക്യാമ്പയിൻ ആയിരുന്നു. ബഹുമാന്യനായ പാർട്ടി ചെയർമാൻ സുബീർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതരെ, കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി ഈ ഫെബ്രുവരി മാസം 18-ാം തീയതി തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചിലേക്ക് രാജ്ഭവനിലേക്ക് നമ്മൾ നടത്തിയ മാർച്ച് ഈ സംസ്ഥാനത്ത് മുഴുവൻ ഒരു ചർച്ചയാക്കി മാറ്റുവാൻ നമ്മെ കൊണ്ട് കഴിഞ്ഞു. വർഷങ്ങളായി കേരള ജനതയും തമിഴ്നാട് ജനതയും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഈ പ്രദേശത്ത് മുല്ലപ്പെരിയാറിന്റെ പേരിൽ ഒരു സംഘർഷമുണ്ടാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബഹുമാന്യപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാക്ക്, ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവണം. ആ സമവായത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടന സജീവമായി പ്രവർത്തിക്കുന്നത്. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മുഖ്യമന്ത്രിമാര് ഒന്നിച്ചിരുന്ന് ഒരു സമവായമുണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ പറഞ്ഞു, 2 വർഷമായിട്ട് ഞങ്ങൾ നടത്തി വരുന്ന സമരമാണ്. 40 ലക്ഷം ജനങ്ങളുടെ ജീവൻ, അവരുടെ സ്വത്ത്, അവരുടെ വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള മുഴുവൻ സമ്പാദ്യങ്ങളും എല്ലാം വെള്ളപ്പൊക്കത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി അറബിക്കടലിലേക്ക് ഒഴുകി പോകുന്നത് കാണാൻ നമുക്കിടവരരുത്. അത് കഴിഞ്ഞ് റീത്തുമായി പോയിട്ട് കാര്യമില്ല. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ കഴിയാവുന്ന എല്ലാ സാഹചര്യവും ഇപ്പൊ ഉണ്ടായിരിക്കുന്നു. സുപ്രീം കോടതി അതിന് സമവായമുണ്ടാക്കാൻ ഉള്ള നീക്കങ്ങൾ 2 മുഖ്യമന്ത്രിമാർ നടത്തണമെന്ന് പറഞ്ഞു. 7 അംഗ സമിതിയെ വെച്ചു. ആ 7 അംഗ സമിതിയിൽ 2 മലയാളികളുണ്ട്. ആ മലയാളികളെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയർമാനും ഞാനും ഉൾപ്പെടുന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവാണ് പരസ്യമായി പറഞ്ഞത്, മാറ്റിയാൽ കാര്യം രൂക്ഷമാകും, വഷളാകും. അങ്ങനെ 2 മലയാളികൾ ഇന്ന് 7 അംഗ സമിതികളുണ്ട്. ആ സമിതി തീരുമാനമെടുത്താൽ, ആ സമിതി തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും അറിയിച്ചാൽ ശാശ്വതമായി മുല്ലപ്പെരിയാർ പ്രശ്നം വർഷങ്ങളോളം ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വേദനയും ദുഃഖവും ഉണ്ടാക്കിയ മുല്ലപ്പെരിയാർ പ്രശ്നം, അത് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയും. അതിനുവേണ്ടിയുള്ള ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ്.